ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നോമ്പിൻ്റെ വിശേഷമായിട്ട് തന്നെയാണ് കേട്ടോ. മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കോഴിമുട്ടയും ഉരുളൻകിഴങ്ങൊക്കെ വെച്ചിട്ട് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട ഞാൻ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ കോഴിമുട്ടയിൽ ഉപ്പിട്ടിട്ട് വെള്ളം വെച്ചിട്ട് നമ്മളിത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഉരുളൻകിഴങ്ങ് വേണം. അപ്പോൾ 3 എണ്ണത അതും കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് തൊലി കളയാതെ തന്നെ ഉപ്പിട്ടിട്ട് അങ്ങോട്ട് വേവിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതും കൂടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല ചൂടാണല്ലേ. അപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ അവിടെ നിൽക്കണ ചൂടും എല്ലാം കൂടിയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത പോലെയാണ്. അപ്പം ഞാനത് കാരണം വേഗം രാവിലത്തെ പണികൾ കഴിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. പിന്നെ ഒരു അസറിനൊക്കെ ശേഷമാണ് കിച്ചണിൽ കയറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുള്ളൂ. കുറേ നേരം നിന്നിട്ട് വയ്യാണ്ടാവും, അത്രയും ചൂടല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നോമ്പറക്കുമ്പോഴത്തേനും ഉണ്ടാക്കിയെടുക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും മോനക്ക് നിർബന്ധമാണല്ലോ, അപ്പോൾ എണ്ണക്കടി എന്തായാലും വേണം. അപ്പോൾ അത് കോഴിമുട്ടൊക്കെ ചൂടാറി വന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതാ നടുമുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ഉരുളൻകിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഉടക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. കയ്യിൽ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടായാലും കുഴപ്പമില്ല, നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. അപ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായി വേവിച്ചാൽ മതി. പകുതി വേവായാലും നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇതാ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സബോള, വലുതാണെങ്കിൽ 1 മതി, ചെറുതായ കാരണം 2 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, നമ്മുടെ എരിവിന് ആവശ്യമുള്ളത്. ഇനി ഇതാ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉരുളൻകിഴങ്ങൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ്. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുരുമുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ചമുളക് മാറ്റിയിട്ട് കുറച്ച് മുളകും പൊടി അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളകൊക്കെ അവർ കടിക്കൂല കഴിക്കണ സമയത്ത്, അപ്പോൾ അത് ഒഴിവാക്കിയാൽ മതി. പിന്നെ അത് കുറച്ച് കളറിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കണ പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതാ മുട്ട പകുതി മുറിച്ചതിൻ്റെ മീതക്ക് മറ്റേ ഭാഗം കൂടി വെച്ചിട്ട് ഒരു മുട്ടയുടെ ഷേപ്പാക്കി എടുക്കുക. ആ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അയിമ ഒട്ടിയിട്ട് തന്നെ വരും കേട്ടോ. അതിൻ്റെ ഉണ്ണിയൊന്നും മാറ്റണ്ട, ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ല, ഇപ്പോൾ നമുക്കൊരു മുട്ടയുടെ അത്ര വലിപ്പമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. ഞാൻ കുറച്ച് അധികമായിട്ട് വെക്കുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടാക്കണില്ലല്ലോ, ആകെ ഇത് മാത്രമല്ല ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഉള്ളത് കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ അതിനിങ്ങനെ അതിങ്ങനെ മുഴുവനാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സബോള വഴറ്റണ്ട, ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ആകെ കുറച്ച് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സബോള അരിഞ്ഞെടുക്കണം. പിന്നെന്താ, നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. വേറെ പണികളൊന്നും ഇല്ലല്ലോ. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, അങ്ങനെയുള്ള ഒരു പണിയും വേണ്ട. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ശരിക്കും വെറൈറ്റി ആണല്ലോ. എന്നും ഒരേപോലെ ഉണ്ടാക്കണേക്കാട്ടി നല്ലതാണല്ലോ നമുക്ക് വ്യത്യാസമായിട്ട് ഉണ്ടാക്കി കൊടുക്കൽ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഓയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഉരുളൻകിഴങ്ങ് നല്ലതാണ്, സബോള നല്ലതാണ്, മുട്ട നല്ലതാണ്. എന്നാൽ ഇത് നമുക്ക് ഓയിലിൽ പൊരിച്ചെടുക്കാനും പറ്റില്ല, അല്ലാതെ ഉണ്ടാക്കി നമുക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഉണ്ടാക്കുക, അല്ലാത്തവരൊന്നും ഉണ്ടാക്കണ്ട. കൂടുതലായിട്ട് എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കിവിടെ എന്തായാലും എണ്ണ പലഹാരം ഒരെണ്ണമെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടലമാവ് എടുക്കാം. അപ്പോൾ 1 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തന്നെ മതിയിട്ട്, നമുക്ക് ആ ഒരു കടലമാവിൻ്റെ കളർ മാറിയിട്ട് മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പസോഡ. അപ്പോൾ ഇത്ര മതിയിട്ട് അതിൽ. ഇനി വേണമെങ്കിൽ കുറച്ച് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ട കുത്താതെ ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ മുട്ട ബജിക്കൊക്കെ കലക്കിയെടുക്കില്ലേ, അതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഗരം മസാല ഒക്കെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് കൂട്ടാട്ടോ. ഞാൻ മറ്റേതിൽ ഗരം മസാല കൂട്ടിയ കാരണം അതിലത് ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് നല്ല കട്ടിയിലല്ല വന്നിരിക്കുന്നത്, അപ്പോൾ ഒന്നും കൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കലക്കിയെടുക്കുന്ന സമയത്ത് കുറേ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണ്ട കേട്ടോ. അത് നമുക്കിങ്ങനെ കലക്കിയെടുക്കണോ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നല്ല ലൂസായി പോയി പിന്നെയും കുറേ പൊടി ഇട്ടിട്ട് വേസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് അങ്ങനെ അത് വെന്ത് വരുമ്പോൾ മല്ലിയിലയുടെ മണവും പിന്നെ അത് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണമാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടിയും കലക്കിയെടുക്കുക. അപ്പോൾ അതവിടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് ഉണ്ടാക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം കഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ മടുത്ത പോലെയാവും. ഓയിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാറിച്ച പോലെ വരും.
കറിച്ചെന്ന് തന്നെയല്ല പറയുക, ഞങ്ങളിവിടെ അങ്ങനെയാണ് പറയുക. എനിക്കറിയില്ല അതിന് വേറെ എന്താ പറയുക എന്നുള്ളത്. ഒരു കുത്തണ പോലെ ആവും വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഞാൻ ഓയിലിൽ തന്നെയാണ് ഇതൊക്കെ പൊരിച്ചെടുക്കാറ്. അപ്പോൾ അതാ ആ മാവിൽ ഇട്ട് കൊടുത്തു, എല്ലാ സൈഡിലേക്കും ആക്കി. ഇനി അത് ഓയിലിലിട്ടിട്ട് നമുക്ക് 2 സൈഡും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, പൊരിച്ചെടുക്കുക. അതെപ്പോഴും തെറ്റി പോണതാണ്, വേവിച്ചെടുക്കുക പൊരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കിയിട്ട് നമുക്ക് 2 3 ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ 3 ഇട്ടിട്ടാണ് പൊരിച്ചെടുത്തത്. പെട്ടെന്നായി വരും, ഉള്ളൊക്കെ കുക്കായതല്ലേ, ഇനി പുറം മാത്രമല്ല ആവണ്ടുള്ളൂ. അപ്പോൾ പിന്നെ നല്ല കട്ടിയിലല്ലേ, നല്ല കട്ടിയിലാണെങ്കിൽ ഉള്ളു വേവാത്ത പോലെ. അപ്പോൾ അതാ ഒരു സൈഡാകുമ്പോൾ മറ്റേ സൈഡിൽ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഷേപ്പ് ആക്കണമെങ്കിൽ അതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ല ഷേപ്പ് ആവാതെ നേരം വൈകിയ സമയത്തല്ലേ, ബാങ്ക് കൊടുക്കാനൊക്കെ ആയ സമയത്താണ്. അപ്പോൾ പിന്നെ ഷേപ്പിനൊന്നും നോക്കാൻ നിൽക്കില്ല, വേഗം ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് വലിയ ഷേപ്പ് ഇല്ലാത്തത്. നമുക്ക് സമയമുള്ള സമയത്തൊക്കെ നല്ല ഷേപ്പിലാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതാവുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് നിറയും. പിന്നെ ഇപ്പോൾ നോമ്പ് തുറടൊക്കെ സമയമായി തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ തലമ്പ് 3 കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കൊക്കെ ആൾക്കാരെ വിളിച്ച് തുടങ്ങും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് നമ്മുടെ തേങ്ങാമുറി അല്ലേ എന്ന്. തേങ്ങാമുറി ഇതും ഭയങ്കര ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. തേങ്ങാമുറി വേറൊരു ടേസ്റ്റാണ്, ഇത് വേറെ ഒന്നാണ്. അപ്പോൾ അത് രണ്ടും ഒന്നല്ല. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റത്തെ നമ്മുടെ ബജ്ജി ശരിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. കുറേ സ്ഥലത്തേക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ, ഞങ്ങളവിടേക്കൊന്നും മഴ കിട്ടിയിട്ടില്ല, നല്ല ചൂടാണ്. നിങ്ങളവിടെയൊക്കെ ചൂടുണ്ടോ? അപ്പോൾ ഞാൻ 1:30ക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതേ സമയത്താണ് നമ്മൾ ഡ്രീമി വരുന്നത്. അപ്പോൾ ഡ്രീമിയുടെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അവൾ എനിക്ക് വേണ്ടിയിട്ടാണ് ടൈം മാറ്റിയത്. ഞങ്ങൾ രണ്ടാളും യൂട്യൂബിൽ വന്നതിൻ്റെ ശേഷം ഒരേ സമയത്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അത് കാരണമാണ് അവൾ പോയി 1:30ക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അവളെ വീഡിയോ കാണാറുള്ളവരാണെങ്കിൽ ഒന്ന് നേരത്തെ പോയി കാണണേ. അപ്പോൾ ഇതും ആയി വന്നിട്ടുണ്ട്. നമ്മൾ 2 സൈഡും മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ഇത് എണ്ണ കുടിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ കഴിക്കണ സമയത്തും കയ്യിൽ അങ്ങനെ എണ്ണ പറ്റി പിടിക്കണമെന്നില്ല. പിന്നെ നമ്മൾ അരിപ്പക്കോരിയിൽ വെച്ചിട്ട് അതിൻ്റെ എണ്ണ ഫുള്ളായിട്ട് കളഞ്ഞിട്ടാണല്ലോ ഒരു പാത്രത്തിലേക്ക് മാറ്റണത് തന്നെ. അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടി അതിലിട്ടിട്ട് നമുക്ക് ഒന്നും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി 2 കൂടി ഉള്ളൂ. അപ്പോൾ അതും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കിയത് നമ്മുടെ കലക്കി ദോശയാണ് കേട്ടോ, സീയപ്പം എന്നൊക്കെ പറയില്ലേ, അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വറുത്ത അരിപ്പൊടിയാണ് ഒരു ചെറിയൊരു കപ്പിലെടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് അരിപ്പൊടി മതിയല്ലോ, അപ്പോൾ അത് കാരണം കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കലക്കിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അതാ കുറച്ച് നല്ല ജീരകം കുറച്ച് മതിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി, ചുവന്നുള്ളി ചെറുത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പൊടിയുടെ 2 ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അതൊന്ന് കട്ട കൂടാതെ കലക്കിയെടുക്കുക. അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയാൽ സ്ഥിരമായിട്ട് കിട്ടിയിരുന്ന ദോശയാണിത്. ഞങ്ങൾ ലാസ്റ്റ് പറയും, ആ ദോശക്കല്ലും നാശമായി പോയെങ്കിൽ ഇന്നും രാവിലെ ഈ ദോശ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഉമ്മയുടെ കൈപ്പത്തിരി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ് ഈ ഒരു ദോശ. അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് വേണം കേട്ടോ ഇത് ആവാൻ വേണ്ടിയിട്ട്. ഈ ഒരു ദോശയ്ക്ക് പല പേരുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ പറയും ഇതിന് കലക്കി പറഞ്ഞ ദോശ എന്ന്, ഞങ്ങൾ പറയും കലക്കി ദോശ എന്ന്, സീദോശ, അങ്ങനെ നീർദോശ, അങ്ങനെ 4-5 പേരുകളുണ്ട് അല്ലേ. അതിലേക്ക് ഇതാ കുറച്ച് നാളികേരം കൂടി ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളം കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നോക്കി നോക്കും. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് വരണം, അതാണ് ഇതിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലാവുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയി വരില്ല. ശരിക്കും ഇത് നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ, ആ കല്ലിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് വെച്ചിട്ട് ചൂടാക്കാനുള്ള സമയമൊന്നും ഇല്ല, ബാങ്ക് കൊടുക്കാനായില്ല. അപ്പോൾ ഇത് ഈ പണികളൊക്കെ കഴിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് ചായ കുടിക്കാനായിട്ട് വന്നാൽ മതിയല്ലോ, നിസ്കരിക്കാനോ ഓതാനൊക്കെ ഇരിക്കുക. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ദോശക്കല്ലിലാണ്. അതിൽ എണ്ണയൊക്കെ പുരട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തെങ്കിൽ മുരിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമൊന്നും ഇല്ല. അത് കാരണമാണ് ഇപ്പോൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, നമുക്ക് ഉണ്ടാക്കി വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു മണം ആ ഒരു ഷേപ്പൊന്നും ഇതിലുണ്ടാക്കിയാൽ കിട്ടില്ല. അതൊക്കെ നന്നായി മുരിഞ്ഞ് 4 സൈഡും മുരിഞ്ഞ് വരും. അപ്പം അങ്ങനെ കഴിച്ചവരെ ഉണ്ടാവും നിങ്ങളെല്ലാവരും. അത് കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ അതിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ 2ാമത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ മീൻ കറിയൊക്കെ കൂട്ടി തിന്നാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഈ ദോശ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ എന്നും പത്തിരിയും ചിക്കനായ കാരണം ഇപ്പോൾ 2 ദിവസമായിട്ടും പത്തിരിയും ചിക്കനായ കാരണം മോനിക്കും അടുത്തേക്കണം. അപ്പോൾ അവനും പറഞ്ഞു മാറ്റിക്കോളാൻ. അപ്പോൾ ചിക്കൻ കറി മോനിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതാ മീൻ കറിയാണ് ഇതിലേക്ക് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഇത് ഒഴിച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നോമ്പുള്ള സമയത്ത് നമുക്ക് എല്ലാം കഴിക്കാൻ തോന്നും. നോമ്പ് തുറന്ന് പിന്നെ ഒന്നും കഴിക്കാൻ വേണ്ടല്ല. അപ്പോൾ അതുപോലത്തെ ഒരു മീൻ കറിയാണ് കേട്ടോ. മീൻ അയിലയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ അരച്ച് കറി വെച്ചിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നോമ്പ് തുറന്നപ്പോൾ ഒന്നും വേണ്ട, കുറേ വെള്ളം കുടിച്ചാൽ പിന്നെ അത് മതി. അപ്പോൾ അത് അയിലക്കറിയാണ് ഉണ്ടാക്കിയത്, തേങ്ങ അരച്ചിട്ടുള്ള അയിലക്കറിയാണ്. അപ്പോൾ അതും ഈ ദോശ കൂടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കുറേ ആവുമല്ലോ, മറ്റേ എണ്ണക്കട്ടർ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് മുസമ്പിയും പിന്നെ ആപ്പിളും തണ്ണിമത്തനാണ് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. പിന്നെ അതാ നമ്മുടെ മുട്ടയുടെ ആ ഒരു ബജി. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ മൂന്നാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂട്ടെ. 3-4 ദിവസം മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ചെറുനാരങ്ങ പിഴി അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചെടുക്കേ അതിനൊന്നും നല്ല ബുദ്ധിമുട്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ തിരക്കൊന്ന് മാറ്റിയെടുക്കുക. അത് കുറച്ച് എടുക്കുക, പിന്നെ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്ര പണി മതി, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മുന്തിരി ജ്യൂസിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ കുറച്ച് പഞ്ചസാര വെള്ളം കലക്കി എടുത്തിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ ഉമ്മാക്ക് മധുരം വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അന്ന് പഞ്ചസാരയിൽ ഇടാഞ്ഞത്. ഇനി എന്താ സ്പൂൺ എടുത്തിട്ട് 2 ഇളക്കി നമുക്ക് ജ്യൂസ് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൊന്ന് പറയണേ. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇനി നമ്മുടെ ഉരുളൻകിഴങ്ങ് മുട്ട ബജി നന്നായിട്ടുണ്ടോ നോക്കാം അല്ലേ. നമുക്ക് പൊട്ടിച്ച് നോക്കിയൊക്കെ കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മല്ലിയിലും എല്ലാം കൂടി ആയപ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.